أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. സദഖല്ലാഹു അൽ-അലീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഖുറൈശിലെ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം. ലഇലാഫി ഖുറൈശ്, ഖുറൈശികളുടെ ഇണക്കത്തിന്, അല്ലെങ്കിൽ ഖുറൈശികളെ ഇണക്കിയതിന്. ഈലാഫിഹിം, അവരുടെ ഇണക്കത്തിന്. റിഹലത്ത ശിതാഇ വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രകൾ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു. ഫൽയഅ്ബുദു, അതുകൊണ്ട് അവർ ആരാധിച്ചു കൊള്ളട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ, ഈ വീടിൻ്റെ രക്ഷിതാവിനെ. അല്ലദീ അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനായ. മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന്. വ ആമനഹും, അവർക്ക് നിർഭയത്വം നൽകിയവനായ. മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന്. ഖുറൈശികൾ പല നിലക്ക് പല പ്രശ്നങ്ങളിലും ഇടപെടുന്നവരാണെങ്കിലും ഈ യാത്ര അവർക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നായിരുന്നു. ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര. അബ്ദു മനാഫിൻ്റെ കാലമെത്തിയപ്പോൾ അദ്ദേഹം ഖുറൈശി വിഭാഗത്തെ മൊത്തം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മറ്റുള്ളവരോട് ഭക്ഷണം ചോദിക്കുന്നത് നിർത്തണം. നമുക്ക് സ്ഥിരമായി ആഹാരം സമ്പാദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയെന്ന് ഖുറൈശികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റിഹലത്ത ശിതാഇ വസ്വൈഫ്, ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് സിറിയയിലേക്കും നിങ്ങൾ യാത്ര ചെയ്യണം. ആ യാത്ര കൊണ്ട് ശൈത്യകാലത്ത് യമനിലേക്ക് യാത്ര ചെയ്താൽ അവിടെ താരതമ്യേന കുറച്ച് ചൂട് കിട്ടുന്നതുകൊണ്ട് നല്ല കാലാവസ്ഥയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങി മറ്റുള്ള ഭക്ഷ്യ വിഭവങ്ങൾ അധികമൊന്നും വിളയാത്ത അറേബ്യയിലേക്ക് അവർക്ക് വരാൻ പറ്റും. പ്രത്യേകിച്ച് മക്കയിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അതേപോലെ ഉഷ്ണകാലത്ത് താരതമ്യേന തണുപ്പ് ആ സമയത്തുള്ള സിറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ചൂട് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതേസമയം അവിടെ കച്ചവട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട വിഭവങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ അവിടെ നിന്ന് സമാഹരിക്കാനും സാധിക്കും. ഈ രണ്ട് യാത്രകൾ അവർക്ക് ഒരുക്കി കൊടുത്തത് റബ്ബ് സുബ്ഹാനഹു തആലയുടെ വലിയ ഔദാര്യമായിട്ട് അവർ കണ്ടിരുന്നു. മറ്റൊന്ന്, കഅബയുടെ നാഥൻ അള്ളാഹുവിനെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾക്കുണ്ടായിരുന്ന ധാരണ അതായിരുന്നു. പ്രത്യേകിച്ച് കഅബാലയം അബ്രഹത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതിന് ശേഷം അറബികളെപ്പറ്റി കുറച്ചുകൂടി മതിപ്പ് മറ്റുള്ള ആളുകൾക്കുണ്ടായി. അറബികളോട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. അവരെ, യാത്രക്കാരെ ഒരുപാട് കൊള്ളയടിക്കുന്ന അവസ്ഥ സാധാരണയായിട്ടുണ്ടാകുന്ന ആ പ്രദേശത്ത് അറബികളാരും കൊള്ളയടിക്കാൻ വരാറില്ല.
കാരണം അവരെ അവരുടെ രക്ഷിതാവ് കഅബയുടെ നാഥൻ സംരക്ഷിക്കുമെന്ന ഒരു വിചാരം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ആളുകളും അവരോട് അങ്ങനെ കളിക്കാറില്ല. അബ്രഹത്തെങ്ങാനും അന്ന് ജയിച്ചിരുന്നുവെങ്കിൽ അറബികൾക്ക് ആ യാത്ര ദുഷ്കരമാകുമായിരുന്നുവെന്ന് പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റിഹലത്തെ ശിതാഇ വസൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രകൾ ഖുറൈശികളുടെ ഇണക്കത്തിന് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുത്തു. ഖുറൈശികൾക്ക് പരസ്പര സഹകരണവും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് അവരോടുള്ള വെറുപ്പ് കുറയാനുമൊക്കെ ആ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹു. അങ്ങനെ സൗകര്യം ചെയ്ത നാഥൻ, ഈ 2 യാത്രകളിലൂടെ അവർക്ക് അഭയവും ഭക്ഷണവും നൽകിയ നാഥൻ, ആ നാഥനെ അംഗീകരിക്കണം എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിലൂടെ പറയുന്നത്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് അവർ ആരാധിക്കണം ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥനെ. കഅബാലയത്തിൻ്റെ നാഥനാണ് അവർക്ക് പേരും പ്രസിദ്ധിയും ഉണ്ടാക്കിയത്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ ഉടമസ്ഥനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. എന്നിട്ട് അള്ളാഹു അതിൻ്റെ വിശദീകരണം പറയണം. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, അവർക്ക് ഭക്ഷണം, വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകിയത് അള്ളാഹുവാണ്, ഈ കഅബയുടെ നാഥനാണ്. വ ആമനഹും മിൻ ഖൗഫ്, അവർക്ക് ഭയക്കാത്ത ഒരു അന്തരീക്ഷം, ഭയപ്പാടിൽ നിന്ന് അവർക്ക് മോചനം നടത്തി കൊടുത്തത്, അഥവാ വിശക്കാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത്. വിശക്കാത്ത അവസ്ഥയും അതോടൊപ്പം തന്നെ ആമനഹും മിൻ ഖൗഫ്, അവർക്ക് ഭയപ്പാടിൽ നിന്ന് ഭയക്കാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത്, നിർഭയാവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹുവാണ്. അപ്പോൾ വിശപ്പിൽ നിന്ന് അവർക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു മോചനം അവർക്കുണ്ടാക്കി കൊടുത്തത്, ഭയക്കാത്ത അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, കഅബയുടെ നാഥനാണ്. അതുകൊണ്ട് ആ കഅബയുടെ ഊരാളന്മാരായി, അതിൻ്റെ സൂക്ഷിപ്പുകാരായി, താക്കോൽ സൂക്ഷിക്കുന്നവരായി ഒക്കെ അറിയപ്പെട്ടിരുന്ന ഖുറൈശികൾ, ആ ഖുറൈശികൾ ഈ കഅബയുടെ നാഥനെ തന്നെ വണങ്ങണം, മറ്റാരെയും ആരാധിക്കരുത് എന്നാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. സത്യവിശ്വാസികളായ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സൂറത്തിൻ്റെ അർത്ഥം, വ്യാപ്തിയും മനസ്സിലാക്കേണ്ടായി. അതേപോലെ തന്നെ അന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന, പ്രത്യേകിച്ച് ഈ അബ്രഹത്തിൻ്റെ കഅബ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്, അക്കാലത്ത് ജീവിച്ചിരുന്ന പലരും ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ ഇടയായി തീർന്നു എന്നർത്ഥം. അപ്പോൾ ഈ നാഥനെ അന്നത്തെ ആളുകൾക്ക് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ നാട്ടിലുള്ള നമ്മുടെ കാലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നാഥനെ അംഗീകരിക്കുകയും വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ സൂറത്ത് ബോധ്യപ്പെടുത്തുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കഅബാലയം സന്ദർശിക്കാനും അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനും, അള്ളാഹുവിനെ സദാസമയം വണങ്ങാനും, അള്ളാഹുവിന് മാത്രം ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി തീരാനും നാഥൻ നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. നമ്മയെല്ലാം അള്ളാഹു എല്ലാവിധ കെടുതികളിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും, മഹാദുരന്തത്തിൽ നിന്നും, വലിയ രോഗത്തിലും ഒക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.